ഹലോ ഗൈസ് ഉച്ചയായപ്പോൾ കോൾ മാലിക്കിന് സുഖല്ല ഹോസ്പിറ്റലിൽ കൊണ്ടു ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓനൊരു കുഴപ്പമില്ല. ഓന് ഭാര്യയും കുട്ടി നാട്ടുകോയിന്റെ ടെൻഷനിലാണ്. ടെൻഷൻ മാറ്റാൻ നേരെ ഞങ്ങൾ ദേപ്പൂട്ട് പോയി. ദേപ്പൂട്ട് ചെന്നപ്പോൾ ആശാന ആകെ മാറി. പിന്നെ ഓൻ്റെ നേതൃത്വത്തിലായിട്ട് ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെയായി. അപ്പോൾ ഓനെ അത് ഓർഡർ ചെയ്യണം, ഇത് വേണം, ഇത് വേണം, ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ അതൊന്നും നടക്കൂല. ഞങ്ങളൊരു സാധനം എനിക്കൊന്ന് വാങ്ങിച്ചു തരും, അത് ജനം കഴിച്ചു. അതിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു നിന്നപ്പം വെയിറ്റർ വന്ന് ഓർഡർ കാര്യം കൊടുത്ത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ഒരു കട്ടൻ ചായനും കുടിച്ച്. ഓർഡർ ചെയ്തത് എന്താ വെച്ചാൽ കാളാജി പൊള്ളിച്ചതും പിന്നെ ബിരിയാണി പുട്ടും പൊറാട്ടി. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ജാസറിൻ്റെ തൊള്ളിയിൽ വെള്ളം വന്ന് നിൽക്കുകയാണ്. പക്ഷെ മാരിക്ക് തിന്നാനായിക്കണില്ല. ഓന് വീഡിയോ എടുക്കണം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ. അപ്പോഴത്തേനാണ് പപ്പടം വന്നത്. പപ്പടം ലേറ്റാ വന്നത്, ലേറ്റസ്റ്റാ വരും വന്നായിരിക്കണം. അതിന് ശേഷം തീറ്റയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ കുറച്ചാണ് കഴിഞ്ഞപ്പോൾ ആകെ മാറി മറിഞ്ഞു. ആശാന്റെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആശ എന്നിട്ട് മീനെടുത്ത് പുട്ടിൽ വായിച്ച് ഈ ഇത് ഇങ്ങനെയല്ല തിന്നല്, അങ്ങനെയാണ് തിന്നല് പറഞ്ഞിട്ട് അതിക്കൊരു പപ്പടം പൊട്ടിക്കിട്ടിട്ടുണ്ടല്ലോ. ആശാൻ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. മുള്ളു കൊള്ളി കൊടുക്കാതെ തിന്നാൻ മതിയെന്നാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അമ്മ അരി തീറ്റേനെ ആശാൻ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ജ്യൂസ് വന്നു. ജ്യൂസ് വന്നപ്പോൾ ജാസിന് 2 ഓൻ തന്നെ കുടിച്ചണമ്മ നടക്കൂല. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് കച്ചറൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ മാലിക്കിന്റെ ക്ലാസ്. ആ മാലിക്കിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓൻ അതിനെക്കുറിച്ച് ഫുഡിനെ കുറിച്ച് ഫുള്ളൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിൽ ഇത്ര സ്പൈസസിന്റെ കമ്മുണ്ട്, മറ്റേ കമ്മുണ്ട്, ഇത് ഇത്ര ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ നസീബിന്റെ അഭിപ്രായം 2 വോയിസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ ബൈ.